Good morning to all. Sorry, Good good afternoon to afternoon, all. Miss. Good afternoon, Miss. Good afternoon, Miss. Yeah, good afternoon. Okay. എന്തൊക്കെയുണ്ട് വിശേഷം? ലഞ്ചൊക്കെ കഴിച്ചു എല്ലാവരും? Yeah, good afternoon. ലഞ്ച് കഴിച്ചു അല്ലെ? ആക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്. നോട്ട്സ് ഒക്കെ എഴുതാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലെ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ എന്താണ് പഠിക്കുന്നുണ്ടോ നിങ്ങള്? വേർബൊക്കെ പഠിക്കുന്നുണ്ടോ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ആണല്ലോ അല്ലേ? ചുമ്മാ പറയുന്നതാണോ? പഠിക്കണം കേട്ടോ. പ്രാക്ടീസ് ചെയ്യണം, നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, കുറച്ചുകൂടെ എഴുതാവേ. നോട്ട്സ് എടുത്തോളൂ കേട്ടോ. നമുക്ക് എഴുതാം, കണ്ടിന്യൂഷൻ എഴുതാം കേട്ടോ. Okay, first one is I'm traveling to house. So okay. Notes miss ചെയ്യാതെ എഴുതാൻ നോക്കുക. ആരോടെങ്കിലും ചോദിക്കുക, അവർ ഷെയർ ചെയ്ത് തരും. Okay. Yeah, the first verb is on and the V2 form is earned. Okay, on, earned. Elector. Elector. Enclosed. Encouraged. Enlarged. Entered. Examined. Excused. Expanded. Expired. Explained. Expressed. Extended. Finished. Sorry, finished ആയിട്ടോ. Finished എന്നാണേ. മനസ്സിലായല്ലോ? V1 ഞാൻ മിസ്റ്റേക്ക് ആണ് ചെയ്തത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുക. Folded. ഈ കീബോർഡ് ഭയങ്കര ഹാർഡാണ്. നമ്മള് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. Followed. Formed.
Forbade, forbidden, forbidden. Gather, gather, gather. Gust, gust, gust. Happen, happened, happened. Hate, hated, hater. Help, helped, helped. Hold, hold, sorry. Hold, held, held. Hop, hopped, hopped. Hunt, hunted, hunted. Identify, identified, identified. Imagine, imagined, imagined. Import, imported, imported. Increased, increased, decreased. Inform, informed, informed. Inspect, inspector, inspector. Interfered, interfered, interfered. Invite, invited, invited. Okay. Complete here, then just inform me. Okay. Yeah, the mistake ആണ് sorry. Invite, invited ആണ്. ഇടയ്ക്ക് spelling mistake ഉണ്ടാവും. അതൊന്ന് നിങ്ങൾ correct ചെയ്യാം. Okay. ഇത് കഴിഞ്ഞു പറയൂ കേട്ടോ. Okay, completed. Then write down the meaning. First one is on. On means സമ്പാദിക്കുക. Okay, on സമ്പാദിക്കുക. On സമ്പാദിക്കുക. And elect തിരഞ്ഞെടുക്കുക. Election, election എന്താ? അത് noun ആണ്. Elect verb ആണ്. Elect തിരഞ്ഞെടുക്കുക എന്നാണ്. Elect തിരഞ്ഞെടുക്കുക. Enclose, enclose എന്താ? പൊതിഞ്ഞു വെക്കുക എന്ന് പറയാം. പൊതിഞ്ഞു വെക്കുക. Then encourage, പ്രോത്സാഹിപ്പിക്കുക. അറിയാവുന്ന വേർഡ്സ് ആണ്.
മലയാളം മീനിങ് എഴുതണം നിർബന്ധമാണ്, മാത്രം എഴുതുക, അല്ലെങ്കിൽ ലിമിറ്റ്. ഓക്കെ. enlarge വലുതാക്കുക, enlarge വലുതാക്കുക. enter പ്രവേശിക്കുക, enter പ്രവേശിക്കുക. examine പരിശോധിക്കുക, examine പരിശോധിക്കുക. excuse മാർക്ക് കൊടുക്കുക, excuse മാർക്ക് കൊടുക്കുക. expand വികസിപ്പിക്കുക, വികസിക്കുക എന്ന് പറയാം. expand. expire ഉപയോഗശൂന്യമാകുക, expire ഉപയോഗശൂന്യമാകുക. expire ഉപയോഗശൂന്യമാകുക. explain വിശദീകരിക്കുക, explain വിശദീകരിക്കുക. express പ്രകടിപ്പിക്കുക, express പ്രകടിപ്പിക്കുക. extend നീട്ടിവെക്കുക, അല്ലെങ്കിൽ മാറ്റിവെക്കുക, അല്ലെങ്കിൽ വലിച്ചു നീട്ടുക എന്ന് പറയും. extend ചെയ്യുക. then finished പൂർത്തിയാക്കുക, fold മടക്കുക, fold മടക്കുക. follow പിന്തുടരുക, follow പിന്തുടരുക. form രൂപപ്പെടുക, ഫോം ചെയ്യുക, രൂപപ്പെടുക, രൂപപ്പെടുത്തുക എന്ന് പറയില്ലേ. then forward മുന്നോട്ട് വരിക, forward മുന്നോട്ട് വരിക, forward മുന്നോട്ട് വരിക. gather വിളിച്ചു കൂട്ടുക, gather വിളിച്ചു കൂട്ടുക. guess ഊഹിക്കുക, guess ഊഹിക്കുക. happen സംഭവിക്കുക, happen സംഭവിക്കുക. hate വെറുക്കുക, hate വെറുക്കുക. help സഹായിക്കുക, hold hold ചെയ്യുക, പിടിക്കുക. hope പ്രതീക്ഷിക്കുക, hope പ്രതീക്ഷിക്കുക. hunt വേട്ടയാടുക, identify തിരിച്ചറിയുക, identify തിരിച്ചറിയുക. imagine സങ്കൽപ്പിക്കുക, imagine സങ്കൽപ്പിക്കുക. import ഇറക്കുമതി ചെയ്യുക, import ഇറക്കുമതി ചെയ്യുക. increase എന്താണ്, ഇൻക്രീസ് ചെയ്യുക, കൂട്ടുക, വലുതാക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. invite sorry
ഇൻഫോം ചെയ്യുക, അറിയിക്കുക. ഇൻഫോം അറിയിക്കുക. ഇൻഫോം അറിയിക്കുക. ഇൻസ്പെക്ട് പരിശോധിക്കുക. ഇൻസ്പെക്ട് പരിശോധിക്കുക. ഇന്റർഫിയർ കൈകടത്തുക, തലയിടുക എന്ന് പറയുന്നത്, കൈകടത്തുക. Interfere. Then the last one is invite. ക്ഷണിക്കുക. Okay. Clear? Do you miss any more meaning? No? Or clear? Okay. അതൊന്നും ഇവിടെ ഇല്ലല്ലോ. അതൊക്കെ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സൈനബ് എന്നല്ലേ പേര്? ഒന്നും കിട്ടിയിട്ടില്ല? ലേറ്റ് ആയാണോ ജോയിൻ ചെയ്തേ? ഞാൻ ഒന്നുകൂടെ ടെക്സ്റ്റ് ചെയ്യണോ? പറയൂ. വരുന്നതില്ല. ഓക്കെ. ഓക്കെ, ആരെങ്കിലും എഴുതിക്കാതെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് എഴുതിക്കണേ. കിട്ടിയോ? എഴുതിയോ? ഇന്റർഫിയർ കൈകടത്തുക കേട്ടോ. ഇന്റർഫിയർ കൈകടത്തുക. Don't interfere my personal matters. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കൈകടത്താൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനിയും ആരെങ്കിലും എഴുതാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാം. ഇനി എന്താ ചെയ്യണ്ടേ? പ്രാക്ടീസ് ചെയ്യണം അല്ലെ? ഞാൻ ഫസ്റ്റ് വായിക്കാം കേട്ടോ. Listen carefully, okay? On, elected, enclosed, encouraged, enlarged, entered, examined, excused, expanded, expired, explained, expressed, extended, finished, folded, followed, formed, forwarded, gathered, gust, happened, hated, helped, held, hopped, hunted, identified, imagined, imported, increased, informed, inspected, interfered, invited. Okay? Is it clear to all? Yeah. Okay, then who is going to first read? Who is going to read first? Text your name. I will call you one by one. Here text ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടില്ല. എന്താ? ആരാ വായിക്കാം? അബ്ദുൽ സമദ്. വായിക്കൂ.
കേൾക്കുന്നുണ്ടോ? അബ്ദുൾ സമദ് എന്നാണ് പേര്. പ്രൊഫൈൽ നെയിം അബ്ദുൾ സമദ് എന്നാണ്. Can you read that with the words or verbs? No. No response. Okay, then Aniba. Aniba. Angel Jose. Anna. Okay, Adra, thank you. Okay. Yeah. Earn, earned, earned, elect, elected, elected, enclose, enclosed, enclosed, encourage, encouraged, encouraged, enlarge, enlarged, enlarged, enter, entered, entered, examine, examined, examined, excuse, excused, excused, expand, expanded, expanded, expire, expired, expired, explain, explained, explained, express, expressed, expressed, extended, 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 finish, finished, finished, fold, folded, folded, follow, followed, followed, form, formed, formed, forward, forwarded, forwarded, gather, gathered, gathered, guess, guessed, guessed, happen, happened, happened, hate, hated, hated, help, helped, helped, hold, held, held, hope, hoped, hoped, hunt, hunted, hunted, identify, identified, identified, imagine, imagined, imagined, import, imported, imported, increase, increased, increased, inform, informed, informed, inspect, inspected, inspected, interfere, interfered, interfered, invite, invited, invited. Okay, okay, Adira. Next one. Anshida. Yes, ma'am. Yeah. Ready. End, elect, elected, elected, enclosed, 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 encourage, encouraged, encouraged, enlarge, enlarged, enlarged, enter, entered, entered, examine, examined, examined, excuse, excused, excused, expand, expanded, expanded, expire, expired, expired, explain, explained, explained, express, expressed, expressed, extend, extended, extended, finish, finished, finished, fold, folded, folded, follow, followed, followed, from, frommed, forward, forwarded, gather, gathered, gathered, guess, guessed, guessed, happen, happened, hate, hated, hated, help, helped, helped, hold, held, held, hope, hoped, hunt, hunted, identify, identified, and identified, imagine, imagined, import, imported, increase, increased, inform, informed, inspect, inspected, interfere, interfered, invite, invited. Okay, Anshida. Then Naju ഞാൻ വിളിക്കുന്നില്ല കേട്ടോ. വയ്യാതിരിക്കല്ലേ? Okay. Okay, ma'am. No, I better before than yesterday. No, okay, okay. Now it's been blocked nose. Yeah. Yeah, take rest. Okay, thank you. Okay, then Fatima. Liji. Ma'am, hello. Yeah. Earn, earned, elect, elected, elected, enclose, enclosed, enclosed, encourage, encouraged, encouraged, enlarge, enlarged, enlarged, enter, entered, entered, examine, examined, examined, accuse, accused, accused,
expand, expanded, expanded, expire, expired, expired, explain, explained, explained, express, expressed, expressed, extend, extended, extended, finish, finished, finished, fold, folded, folded, follow, followed, form, formed, formed, forward, forwarded, forwarded, gathered, gust, happened, hated, helped, hold, held, hoped, hunt, hunted, identified, imagined, imported, increased, informed, inspected, interfered, invited. Okay, Liji. Then what's the name? Prinvi. Prinvi എന്നാണോ പേര്? ആണോ? No. Respond ചെയ്യില്ല. Okay. രമ്യ. Prince. Okay. Spelling mistake ആണല്ലോ. Yeah. Prince ആണ്. വായിക്കുന്നുണ്ടോ? രമ്യ. സജിത. Yes, ma'am. Yeah. വായിക്കൂ സജിത. Earned, elect, elected, enclose, enclosed, encourage, encouraged, enclare, enlarge, enlarged, enter, entered, examine, examined, excuse, excused, expand, expanded, expire, expired, explain, explained, express, expressed, extended, finish, finished, fold, folded, follow, followed, formed, forwarded, gather, gathered, guessed, happen, happened, hate, hated, help, helped, hold, held, hope, hoped, hunt, hunted, identify, identified, imagine, imagined, imported, increase, increased, inform, informed, inspect, inspected, interfere, interfered, invite, invited. Thank you, ma'am. Okay, Sajda, then Stija. Now, Shipnath. Yes, ma'am. Yeah, thank you. Earn, elect, elected, enclose, enclosed, encourage, enlarge, entered, examine, examined, excuse, excused, expand, expanded, expire, expired, explain, explained, express, expressed, extended, finished, folded, follow, followed, formed, forwarded, gathered, guessed, happened, hate, hated, help, helped, hold, held, hope, hoped, hunt, hunted, identify, identified, imagine, imagined, imported,
increase, increased, increased, inform, informed, informed, inspect, inspected, inspected, interfere, interfered, interfered, invite, invited, invited. ഓക്കെ ഷിഫ്നാഥ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണേ. ഓക്കെ യാ യാ ഓക്കെ സിജ. I'm sorry because I missed the time by the time you went to the next. I'm sorry for that. Earn, earned, earned. Elect, elected, elected. Enclose, enclosed, enclosed. Encourage, encouraged, encouraged. Enlarge, enlarged, enlarged. Enjoy, enjoyed, enjoyed. Examine, examined, examined. Excuse, excused, excused. Expand, expanded, expanded. Expire, expired, expired. Explain, explained, explained. Express, expressed, expressed. Extend, extended, extended. Finish, finished, finished. Fold, folded, folded. Follow, followed, followed. Form, formed, formed. Forward, forwarded, forwarded. Gather, gathered, gathered. Guess, guessed, guessed. Happen, happened, happened. Hate, hated, hated. Help, helped, helped. Hold, held, held. Hope, hoped, hoped. Hunt, hunted, hunted. Identify, identified, identified. Imagine, imagined, imagined. Import, imported, imported. Increase, increased, increased. Inform, informed, informed. Expect, expected, expected. Interfered, interfere, interfered, interfered. Invite, invited, invited. ഓക്കെ സിജ. നെക്സ്റ്റ് വൺ സ്റ്റെഫി. Steffi. No. Then the last one, sign up. Sign up. Yeah. Yes, ma'am. Okay, I show. തന്ന ഓർഡറിലില്ല. എന്തോ? നിങ്ങൾ തന്ന ഓർഡറിലില്ല. Okay, it's okay. I show. Hold, held, held. Hope, hope, hope. Hunt, hunted, hunted. Identify, identified, identified. Imagine, imagined, imagined. Import, imported, imported. Increase, increased, increased. Inform, informed, informed. Inspect, inspected, inspected. Interfere, interfered, interfered. Invite, invited, invited. Examine, examined, examined. Excuse, excused, excused. Expand, expanded, expanded. Enlarge, enlarged, enlarged. Expel, expelled, expelled. Explain, explained, explained. Express, expressed, expressed. Extend, extended, extended. Finish, finished, finished. Fold, folded, folded. Follow, followed, followed. Form, formed, formed. Forward, forwarded, forwarded. Gather, gathered, gathered. Guess, guessed, guessed. Happen, happened, happened. Hate, hated, hated. Help, help, help. Encourage, encouraged, encouraged. Earn, earned, earned. Elect, elected, elected. Enclose, enclosed, enclosed. Enter, enter, entered. Okay. Okay. Mom, Yeah. hello. Yeah. Mom, I'm coming late. Sorry, Mom. Yeah. Sorry, Ketila. Sorry, coming late. I'm coming late. Sorry, Mom. Okay. So now are you ready to roll that portion? Yes. And, elect, elected, elected, enclose, enclosed, enclosed, encourage, encourage, encouraged, enter, entered, entered, examine, examined, examined, excuse, excused, excused, expand, expanded, expanded, expire, expired, expired, explain, explained, explained, express, expressed, expressed, extend, extended, extended, finish, finished, finished, fold, folded, folded, follow, followed, followed, form, formed, formed, forward, forwarded, forwarded, gather, gathered, gathered,
guess, guessed, guessed, happen, happened, happened, hate, hated, hated, help, helped, helped, hold, held, held, hope, hoped, hoped, hunt, hunted, hunted, identify, identified, identified, imagine, imagined, imagined, import, imported, imported, increase, increased, increased, inform, informed, informed, inspect, inspected, inspected, instruct, instructed, instructed, interfere, interfered, interfered, invite, invited, invited. Okay, രമ്യ. അപ്പോ എല്ലാവരെയും പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് ചോദിച്ചാല് ഓക്കെ ആണ്, പക്ഷെ കുറച്ചുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആക്കേണ്ടതാണ്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ പറയുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓരോ കാര്യങ്ങൾ സംസാരിക്കണം. കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ഇല്ലല്ലോ. ഓക്കെ, കുറച്ചു പേര് ഞാൻ വിളിച്ചു, റെസ്പോണ്ട് ചെയ്തില്ല. റീസൺ എന്താണ്? പറയൂ റീസൺ. വിളിച്ചപ്പോഴും റെസ്പോണ്ട് ചെയ്തില്ല. ഇനി ഇതിന്റെ കൂടെ ആൻസർ പറയുന്നുണ്ടോ? അല്ലേ? ഇല്ല, ചാൻസ് കുറവാണ്. ഞാൻ വർക്ക് ചെയ്യുവാണ്, എനിക്ക് കസ്റ്റമർ ഉണ്ട്, അതാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാന്. ഓക്കെ ഓക്കെ, എന്നാ ഞാൻ ഹോസ്പിറ്റലായിരുന്നു മോനെ കൊണ്ടിട്ട്, അതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നത്. ഹോസ്പിറ്റലാ. ഓക്കെ 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 ഓക്കെ. നമുക്കിത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് അല്ലെ? ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾ എനിക്ക് നേരിട്ട് കാണാം. നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പറ്റും. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ നെയിമും നിങ്ങളുടെ പ്രൊഫൈൽ പിക്കും മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ എന്താണ് ഇവിടെ നിന്ന് കാണുന്നത്, നിങ്ങൾ അവിടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഓക്കെ ഞാൻ വിളിക്കുന്ന സമയം നിങ്ങൾ അവിടെ കംഫർട്ടബിൾ അല്ല എങ്കിൽ അതെന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ, കുറച്ച് നല്ല കാര്യമില്ല അത് ഇൻഫോം ചെയ്യും. ഞാൻ നിങ്ങളുടെ നിങ്ങൾ വിളിക്കുകയാണ്, റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതിനെ കുറ്റം പറയുന്നതല്ല. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരാളിനെ വിളിക്കുമ്പോ ആളവിടെ ഓക്കെ അല്ല, അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ഓക്കെ അല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? നോർമലി നമ്മളത് ഇൻഫോം ചെയ്യും. ടെക്സ്റ്റ് ചെയ്യാമല്ലോ, നമ്മൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലാതെ ഞാൻ എന്താ വിചാരിക്കാം, ഒന്നിലും നിങ്ങൾക്ക് എന്റെ ക്ലാസ് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നായിരിക്കാം ഞാൻ ചിന്തിക്കാം. മനസ്സിലായോ? അപ്പൊ എന്ത് കാര്യവും പറഞ്ഞാലേ അറിയൂ, അല്ലാതെ ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ. അത് എന്ത് കാര്യമാണെങ്കിൽ പോലും മിസ് വിളിച്ചപ്പോ ഞാൻ ബില്ല് ചെയ്യുമായിരുന്നു, ഹെഡ്സെറ്റ് വെച്ച കേട്ടോണ്ടിരുന്നെ, ഫോൺ എടുത്തായിരുന്നു, അതാ. കുഴപ്പമില്ല, എനിക്ക് അതിൽ വിഷയമൊന്നുമില്ല കേട്ടോ. പക്ഷെ ജസ്റ്റ് ഇൻഫോം ചെയ്യാം, അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമ്മള് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? എല്ലാവർക്കും അറിയാവുന്നതാണ്, വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം. ഞാൻ പറഞ്ഞതൊക്കെ എഴുതാൻ പറ്റും, നിങ്ങൾ നന്നായിട്ട് വായിക്കുന്നവരാണ്. പക്ഷെ വായിക്കുന്നത് എനിക്കറിയാം എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയാം. നമുക്ക് റീഡിംഗ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോ എന്തായാലും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ ഒന്ന് എഴുതാൻ വേണ്ടി പഠിക്കുന്നതല്ല അല്ലെ? സംസാരിക്കണം, കുറച്ചെങ്കിലും നമ്മൾ സംസാരിക്കണം. അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേ? സംസാരിക്കാൻ ഗ്രാമർ വേണമെന്ന് വെച്ചാൽ ഗ്രാമർ വേണ്ടത് എനിക്ക് പറയാൻ പറ്റും. ഗ്രാമർ ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും, ഇല്ലെന്നല്ല. പക്ഷെ കുറച്ചുകൂടി നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പറയണമെങ്കിൽ ഗ്രാമർ കുറച്ചെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് പോയാലും ഒരു ഫസ്റ്റ് കുറച്ചെങ്കിലും ഗ്രാമർ പഠിപ്പിക്കും അല്ലെ? അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുക, നിങ്ങൾ ബിഗിനേഴ്സ് ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, അഡ്വാൻസ്ഡ് ആണോ എന്ന് ചോദിച്ചിട്ടാണ് അവർ നമുക്ക് ഏത് കോഴ്സ് എടുക്കണമെന്ന് പോലും പറയാം. കാരണം എന്താ? ബിഗിനേഴ്സ് ആണെങ്കിൽ കുറച്ചെങ്കിലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് മുന്നോട്ടുള്ള ക്ലാസ് അവർക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഒരു ബിഗിനറെ പിടിച്ച് നമ്മൾ ഇന്റർമീഡിയറ്റ് ലെവൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവും? ഒരിക്കലുമില്ല അല്ലെ? അപ്പൊ ഗ്രാമർ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പൊ ഗ്രാമർ അറിയുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഗ്രാമർ പഠിക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടേ ടെൻസിലേക്കൊക്കെ പോകുന്നുള്ളൂ.
ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും ഇംഗ്ലീഷ് ക്ലാസ് ബോറടിക്കാതിരിക്കട്ടെ. ബോറടിപ്പിക്കാതെ മാക്സിമം ഞാൻ ക്ലാസ് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്റെ വിശ്വാസം തെറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പഠിക്കുക. മടി വരും, അതും വിഷയാക്കണ്ട കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടിയുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നു കേട്ടോ, സബ്ജക്റ്റ് ആയിരുന്നു. ഭയങ്കര പേടിയായിരുന്നു. ഇംഗ്ലീഷിന്റെ അത്ര വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ലാതെ. പിന്നെ എപ്പോഴോ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എപ്പോഴോ അങ്ങനെ പഠിച്ചാണെന്നല്ലാണ്. നമ്മൾ ഇഷ്ടപ്പെടുക, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഇഷ്ടത്തോടെ പഠിക്കുക. എനിക്ക് ആ ലാംഗ്വേജ് വേണം, എനിക്കത് അറിയണമെന്നുണ്ട്, പഠിക്കണമെന്നുണ്ട്, ഇതൊരു ആഗ്രഹവും ഒരു ഇഷ്ടവും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പഠിക്കാൻ പറ്റുന്ന പറയും. അത് ഇംഗ്ലീഷ് എന്നല്ല, എന്തൊരു കാര്യം. ശരിയല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ ചെയ്യുന്നേ അല്ലെ? നിങ്ങൾ ഇഷ്ടത്തോടെയല്ലേ ചെയ്യുന്നത്? എന്റെ പാഷനേറ്റ് ആണ് അല്ലെ? ചില കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചൊരു പാഷൻ ആണെന്ന് പറയും. അതുപോലെ നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആയിരിക്കും. ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന ജോലി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ബോറടി ഫീൽ ചെയ്യും. ശരിയല്ലേ? അപ്പോ അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് ഈ ലാംഗ്വേജ് ഇഷ്ടത്തോടെ പഠിക്കുക. ഭയങ്കര രസമാണ് പഠിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കാം. മനസ്സിലായോ? എൻജോയ് ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ആദ്യം പഠിച്ചത്. ആദ്യം എനിക്ക് ടെൻസ് എന്ന് പറയും ഭയങ്കര പേടിയായിരുന്നു. ടെൻസ് എത്ര പഠിച്ചാലും തലയിക്കേറില്ല. എത്ര പഠിച്ചാലും എങ്ങനെ പഠിച്ചാലും തലയിക്കേറില്ല. എനിക്ക് ലാസ്റ്റ് അങ്ങനെയാണ് എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടി മീൻസ് ഭയങ്കര ഇഷ്ടപ്പെടുമായിരുന്നു. ഇംഗ്ലീഷ് ഒട്ടും താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴും ഞാൻ PG വരെ ഇംഗ്ലീഷൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോ ലാംഗ്വേജ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ അതിന്റെ പുറകെ നടന്ന് എനിക്ക് എല്ലാവരും പഠിപ്പിക്കുന്ന രീതി എനിക്ക് ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല കേട്ടോ. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിനൊക്കെ പോയിട്ടുണ്ട്. അവർ പഠിപ്പിക്കുന്ന ഗ്രാമേഴ്സ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഒരു പറയുന്ന മെത്തേഡ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. സോ ഞാനായിട്ട് തന്നെ പഠിച്ചതാണ്. എന്റെ മെത്തേഡ് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. ഞാൻ ഒരു ഈസി വേ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ടെൻസ് പഠിച്ചത്. ടെൻസ് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഭയങ്കര ഈസിയാണ്. ഭയങ്കര ഈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നമ്മൾ അതിനെ ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതാവൂ കേട്ടോ. ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കേട്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു ടീച്ചറിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ടിരിക്കാന്ന് പറയുന്നില്ല, ഇതിലും വലിയ ബോറടി ഇല്ല. ഒന്നാമത് അത് ഇഷ്ടക്കുറവാണെങ്കിൽ പിന്നെ ഉറക്കം വരും, മടി വരും. ടീച്ചർ എന്താണ് ഇങ്ങനെ ഇരുന്ന് പറയുന്നേ ആലോചിക്കും അല്ലെ? ക്ലാസ് എന്താ ഇത്രയും വർത്താനം പറയുന്നു, കാരണം അത് ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടാണ്. ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് എന്റെ ക്ലാസ് ബോറടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇല്ലാന്ന് പറയും. ബോറടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇല്ലാന്ന് പറയും. അതാണ് സത്യം അല്ലേ? സത്യം പറഞ്ഞോട്ടോ. എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം, എനിക്കതിലെ വിഷമമൊന്നുമില്ല. നമ്മൾ എന്ത് വിഷമിക്കണം? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. ആരുടെ മുഖത്തേക്ക് പറയണം. ആ ഒരു കോൺഫിഡന്റ് നമുക്ക് വേണം എല്ലാവർക്കും. ആസ് എ വുമൺ പ്രത്യേകിച്ച്. ഓക്കെ ആണോ? ഭയങ്കര സൈലന്റ് ആണോ ക്ലാസ്? നിങ്ങൾ അത്രയും സൈലന്റ് വേണ്ടട്ടോ. നിങ്ങൾ സംസാരിക്കൂ. ഞാൻ വീട്ടിലല്ല, ഞാൻ അതാ സംസാരിക്കാത്തത്. On the way ആണോ? On the way to home? Yeah. Okay. ഞങ്ങക്ക് നിങ്ങൾ 24th ബാച്ച് അല്ലേ? എനിക്ക് ബോറിംഗ് അല്ല. അങ്ങനെ ഓരോന്നും 23 ബാച്ച് ഉണ്ട്. അവര് ഭയങ്കര കമ്പനിയാണ്. സ്റ്റുഡൻസ് ആണെങ്കിൽ ഭയങ്കര ഒന്ന് നമ്മുടെ വർത്തനം പറഞ്ഞാൽ മതി, പിന്നെ ഇങ്ങോട്ട് അവര് ഭയങ്കര സംസാരമാണ്. പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ ചുമ്മാ ഇതിലൊക്കെ പറയുമ്പോ അവർ നമ്മളെ കളിയാക്ക, എന്താണ് മോട്ടിവേറ്റ് ചെയ്യുക, ചുമ്മാ ഇതിലൊക്കെ ചിന്തിരിക്കുക. ഇങ്ങോട്ടാണ് കേട്ടോ കൂടുതലും. ഒരു 1-2 സെന്റൻസ് ഇട്ട് കൊടുത്താൽ മതി, പിന്നെ അവർ കുറിച്ച് കേൾക്കോളും. അങ്ങനെ ഭയങ്കര രസമാണ്. അതായത് ഒരു ടീച്ചർ സ്റ്റുഡന്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ എനിക്കൊന്നും അല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കണ്ടേ. നിങ്ങള് മിണ്ടുന്നേ ഇല്ലെന്നായിരുന്നു. ഭയങ്കര കഷ്ടമാട്ടോ. നിങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതിലൊക്കെ പോകുന്ന വഴിയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് സംസാരിക്കട്ടെ. നജുക്ക് വയ്യ. ഇവർ രണ്ടുപേരാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നേ. ബാക്കി ആരും മിണ്ടില്ല. എന്താണ് ഇവിടെ മിണ്ടാതെ നിങ്ങള്?
മിണ്ട മിസ് മിണ്ട ഞാൻ മിണ്ടായില്ല. എന്തോ അതല്ല മിസ്സുമാരോടും മ്യൂട്ട് ചെയ്ത് ഇപ്പൊ വർത്താനം പറയാറില്ല, അറിയണില്ല അതുകൊണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ ഭയങ്കര സംസാരിക്കാം. ആ ക്ലാസ്സിൽ അങ്ങനെ തന്നെയാണ്, എല്ലാ ദിവസവും മ്യൂട്ട് ചെയ്താൽ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ പറയും, സംസാരിക്കും പറഞ്ഞ് എന്നോട് അവർ സംസാരിച്ച് ചുമ്മാ ക്ലാസ് എടുത്തൊക്കെ ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞിങ്ങനെ മിണ്ടാതെ ഇങ്ങനെയൊക്കെ ഓക്കെ അങ്ങനെയാണ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെയാണ്, അതല്ലേ സത്യം. മിണ്ടില്ല, പഠിപ്പിച്ചാൽ മതി. മിസ് പഠിപ്പിച്ചിട്ട് അങ്ങനെ പോവാ, വേറെ കാര്യങ്ങളൊന്നും മിസ് പറയണ്ട. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പറയാതെ കേൾക്കാൻ നല്ല രസമുണ്ട്, അതെല്ലാം ഇങ്ങനെ കേട്ടിരിക്കണം. അതാണ് കുഴപ്പം. ഞാൻ പറയുന്നത് കേൾക്കണം, എനിക്ക് കേൾക്കാൻ പാടില്ല. അതെന്താണ് അങ്ങനെ? എനിക്ക് കേൾക്കണ്ടേ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഞാനും പറയുന്നത് പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് പറയാം. ഞങ്ങൾ റെഡിയാ മിസ്സിനോട് സംസാരിക്കാൻ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ മാത്രമേ ഉണ്ടെന്ന് വേറെ ഒന്നും പറയുന്നില്ല. അതല്ലേ മാം ഓക്കെ മിസ്, ഇഷ്ടമാണ് മിസ്, ബോറിംഗ് ആണ് മിസ്, ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്ന ഡയലോഗ്, വേറെ ഒന്നും മനസ്സിലാ. മിസ് ഞങ്ങൾക്ക് ഒരു വിഷയം ഞങ്ങൾ സംസാരിക്കാൻ, കുഴപ്പമില്ല. വിഷയം വേണം, അതിനൊക്കെ ഒരു വിഷയം വേണം. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കുന്നത് എങ്ങനെയാണ്? ടോപ്പിക് ഇട്ട് കൊടുത്തിട്ടാണോ? അങ്ങനെയല്ല, മിസ് സംസാരിച്ചു കഴിയുമ്പോ ഞങ്ങക്ക് സംസാരിക്കാനുള്ളൊരു ഇത് കിട്ടണ്ടേ? സ്പേസ് തരുന്നില്ല, ഇപ്പൊ അങ്ങനെയായി. സ്പേസ് വേണം. അങ്ങനെയല്ല. പറയും മിസ് ഭക്ഷണം കഴിച്ചോ? നല്ല ചോദ്യം. മിസ്സിന് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നല്ല ചോദ്യം. ഞാൻ ഭക്ഷണം കഴിച്ചു. എന്റെ വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ബ്രദർ ഉണ്ട്, ഒരു മോളുണ്ട്, ഞാൻ മാരീഡ് ആണ്, ഹസ്ബൻഡ് ഉണ്ട്. പിന്നെന്തൊക്കെയാ വേണ്ടത്? അല്ല കാട്ടാൻ കുറേ മോളുണ്ടെന്ന് സന്ദർഭൂമിയാണോ? മോളുടെ പേരെന്താ? മോളുടെ പേര് അൻവിത. അൻവിത എന്നാണ്. എത്രല്ല പഠിക്കണേ? LKG. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഒരു കാര്യം ചോദിക്കട്ടെ, 24ാമത്തെ ബാച്ചായി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം മിസ് ആഗ്രഹിക്കുന്ന പോലെ സ്റ്റുഡൻസ് ആവാൻ വേണ്ടിട്ട്? നിങ്ങൾ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടിരിക്കുക, എപ്പോഴും സംസാരിച്ചിരിക്കുക. ഓക്കെ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ക്ലാസ്സിൽ. എന്നെ മിസ്സായിട്ട് കാണണ്ട നിങ്ങള്, ഇത്രയേ ഉള്ളൂ. ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആയിക്കോട്ടെ, ഓക്കെ, അങ്ങനെ സംസാരിക്കും. ഐ തിങ്ക് ഞാനിപ്പോ ഒരു around 2 years ആയിട്ടുണ്ട്. Okay, we will start to talk and stop. Yeah, correct. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടേ, സംസാരിച്ചു തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. ഈ സ്മാർട്ട് തിരുവനന്തപുരത്താണോ? എന്തോ? ഈ ക്ലാസ് എടുക്കുന്നത് എവിടെ ഇരുന്നിട്ടാണ്? തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരം? ആര് പറഞ്ഞു എവിടെയാണ്? അല്ല, ഞാൻ ചോദിച്ചത് എറണാകുളം. ഓ, സ്വന്തം സ്മാർട്ട്. ഈ പഠിക്കുന്നത് എവിടെയാണ്? സ്മാർട്ട് സിറ്റിയിലാണോ? സ്മാർട്ട് ഓഫീസ് പോലെ അറിയാതെയാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ഈ സ്റ്റുഡന്റ് ആരാ ചോദിച്ച വ്യക്തി ആരായിരുന്നു? CG ആണ്. കൊള്ളാം. ഞങ്ങൾ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ആണല്ലോ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചതാ ഞാന്. പക്ഷെ ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഞങ്ങളുടെ എറണാകുളമാണ്. അടുത്താണ്. എന്തോ എന്താ പറഞ്ഞേ? അല്ല, ഞങ്ങൾ അടുത്താണെന്നാ പറഞ്ഞത്. ഇല്ല, ഞാൻ ചോദിച്ചത് how long have you been working in this smart sheet? ഞാനിതാ പറഞ്ഞേ. Yes, I didn't catch. Yeah, I didn't catch what you said. Okay. 10 years? Just 10 how many years? 10 years മുൻപ് ഞാൻ എവിടെയായിരുന്നിട്ടുണ്ടാവാം? 2016 ഞാൻ
കോളേജ് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. Okay, okay. Sorry, I didn't catch it. അത്രയും Here, വീട്ടിൽ that's it. No. മിസ് എവിടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തേ? സ്ഥലമൊക്കെ ഞാൻ പറയണോ? ഇന്ന് പിന്നെ എന്റെ വീട് പറഞ്ഞതാ ഞാൻ. അത് മതി. അത് വീട്ടിലേക്ക് എല്ലാവരും ക്ഷണിക്കാം. നിങ്ങൾ കോൺവെക്കേഷൻ വരൂ, നേരിട്ട് കാണണ്ടേ? ഒരു ബോണ്ടിങ് വന്നാലും കോൺവെക്കേഷൻ വരുമ്പോൾ അടിച്ചു പൊളിക്കാൻ പറ്റും. അല്ല മിസ്സേ, നോർത്ത് പറവൂർ തന്നെയാണോ വീട്? അടുത്താ. എവിടെയാണ് ആദ്യം എവിടെയാ സ്ഥലം? എന്റെ വീട് തൃശ്ശൂരാണ്, ഹസ്ബൻഡിന്റെ വീട് മലപ്പുറമാണ്. ഓ, തൃശ്ശൂർ എവിടെയാ? വിയൂര്. നീണ്ടൂരോ? അടുത്താണല്ലോ. വിയൂര് സെൻട്രൽ ജയിലിന്റെ അതെ, ജയിലാണ്. എന്റെ ഇരിങ്ങാലക്കുട. എവിടെയാണ്? ഇരിങ്ങാലക്കുട. ആഹാ, എന്നിട്ടാണ് തിരുവനന്തപുരം ആണെന്ന് ചോദിച്ചതല്ലേ? എന്റെ വീടും ഇരിഞ്ഞാലക്കുടയാണല്ലോ. എവിടെ? എന്റെ പുല്ലൂര്. എന്റെ വീട് കരുവന്നൂര്. വിയൂര് അവിടെ പറഞ്ഞല്ല, വിയൂരാണ് വീടെന്ന്. വിയൂര് എനിക്ക് അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് പറയാം. ആണോ? നിങ്ങൾ ഇപ്പോഴാണോ കാണുന്നേ? ഞങ്ങൾ അങ്ങനെ പരിചയപ്പെടലൊന്നും ഇല്ല മിസ്സേ. അതാണ് ആവശ്യമില്ലല്ലോ. പഠിക്കുക പോകുക. എന്നാ കുറച്ചു പേര് ക്ലാസ്സിലുണ്ട്, അവരോടൊക്കെ സംസാരിക്കുക. അതൊന്നും അല്ല, കേറുന്നു, പഠിക്കുന്നു, പോകുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ ഒക്കെ വരുന്നുള്ളൂ. ക്വസ്റ്റ്യൻ കേട്ടോ, നിങ്ങൾക്ക് ഒരു ഫാമിലി പോലെയാണ് കേട്ടോ. നിങ്ങൾ കമ്പനി അടിക്കുക, ഇത് രസാണ്. ലൈഫൊക്കെ അത്രയേ ഉള്ളൂ. മിസ്സിന്റെ ക്ലാസ്സിൽ സംസാരിക്കാൻ പറ്റുന്നു. വേറൊരു ക്ലാസ്സിൽ ഞങ്ങള് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ മാത്രമേ മൈക്ക് തുറക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഏതെങ്കിലും പാർട്ടില് മനസ്സിലാവാത്തതുണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമേ മൈക്ക് ഓപ്പൺ ആക്കാറുള്ളൂ. ഇങ്ങനെ സംസാരിക്കാറില്ല ഒരു ക്ലാസ്സിൽ ഇതുവരെ. ഞാൻ എന്റെ ക്ലാസ്സില് മ്യൂട്ട് ചെയ്യാറില്ല. എന്റെ കുട്ടികൾക്ക് ഞാൻ ഫുൾ ഫ്രീഡം കൊടുത്തേക്കാം. ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോൾ നിൽക്കാനും സംസാരിക്കും. അവരൊക്കെ പറഞ്ഞ കേൾക്കും. നിങ്ങള് മ്യൂട്ട്, ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി മ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ചോദിക്കും, വെക്കാൻ അവർ മ്യൂട്ട് ചെയ്യും. അപ്പൊ ഡിസ്റ്റർബൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. ഞാൻ അങ്ങനെയാണ്, എന്റെ ക്ലാസ്സിൽ അങ്ങനെയാണ്. എന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഞാൻ പറയുന്ന 23 ബാച്ച്. ഞാൻ പറഞ്ഞില്ല, നല്ല സൂപ്പർ ബാച്ചാണ്. നിങ്ങളോട് തന്നെ ഞാനത് പറയാം, നല്ല സൂപ്പർ ബാച്ചാണ്. നല്ല കമ്പനിയാണ്. നല്ലൊരു അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് മാറും, ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങളും മാറും. ഇനി അടുത്ത ബാച്ചിനോട് പറയും 24 ബാച്ചാണ് ഏറ്റവും നല്ല ബാച്ച് എന്ന് പറയും. പറയിപ്പിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോ നിങ്ങൾ അങ്ങോട്ടും അവര് അങ്ങനെയെന്ന് വെച്ചാല് എന്നോട് മാത്രമല്ല കേട്ടോ, അവര് തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. അവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ, സ്റ്റുഡൻസ് ആയിട്ട് തന്നെ. അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു. പിന്നെ ഞാനോട് വരുമ്പോ എന്നോട് കൂടി സംസാരിക്കുന്നു. അങ്ങനെയാണ്. ഇത് നിങ്ങൾ തമ്മിൽ ബന്ധമില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നേ. പിന്നെ എങ്ങനെയാ? ഞങ്ങള് നൈറ്റില് സംസാരിക്കണവരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്പനിയാണ്. കുറച്ച് പേര് ആ ക്ലാസ്സിലുണ്ട്. സൈനബ്, ഷിഫാനത്ത്, പ്രിൻസ്, പിന്നെ നജ്വ. എന്നിട്ടാണ് അവർ ഇവിടെ ഒന്നും മിണ്ടാത്തെ. കൊള്ളാട്ടോ, നല്ല കാര്യം. മിണ്ടരുത്, മിണ്ടാനൊക്കെ ഇരുന്നോളോ. നൈറ്റിൽ എനിക്ക് വരാൻ പറ്റില്ല, നൈറ്റിൽ എനിക്ക് ഡ്യൂട്ടി. ഓക്കെ. സിജി വർക്കിംഗ് ആണെന്ന് പറഞ്ഞു. എന്തായിരുന്നു, ഹോസ്പിറ്റൽ എന്തോ അല്ലേ? ആണോ? ഞാൻ നഴ്സാ. എനിക്ക് ഓർമ്മയുണ്ട്, പറഞ്ഞു പോയി ഓർമ്മയുണ്ട്. നേഴ്സാണ്. ബഹ്റിനിലാണ് ഞാൻ. 25 വർഷമായിട്ട് ഗൾഫിലാണ്. ഇപ്പോഴും അവിടെ തന്നെയാണോ? നാട്ടിൽ വന്നതായിരുന്നു, പിന്നെ അവിടെ ഭയങ്കര ബോറടി, തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു. അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും എങ്ങനെയാ, നാട്ടിൽ വന്നവന് ബോറടിയാ. ഓക്കെ, എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല കേട്ടോ, ദുബായിലാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ സംസാരിക്കൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ലൈഫ് വളരെ ഷോർട്ടാണ് കേട്ടോ. കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പ് എല്ലാരും
എന്താണ് ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യുക. നിങ്ങളിപ്പോ എന്നെ കാണുമ്പോൾ നിങ്ങൾ മിക്കവരും പറയുന്നില്ലേ പൊതുവെ പറയുന്നല്ല എന്താണെന്നറിയില്ല, എല്ലാരും അങ്ങനെ പറയുന്നു. മിസ്സിനെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ ആണ്, മിസ് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആണ്, മിസ് ഫുള്ള് ഹാപ്പി ആണ്. മിക്കവരും പറയുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ പറയുന്നില്ല. അതെ, മിസ്സിനെ കാണുമ്പോ അങ്ങനെ തന്നെ തോന്നും. വേറൊരു മിസ്സുമാർ ഇങ്ങനെ സംസാരിക്കാറില്ല. ഗുഡ് ആഫ്റ്റർനൂൺ പറയും, ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കും. ഒരു മിസ് ഒന്നും ചോദിക്കാറില്ല. പിന്നെ ഒരു മ്യൂട്ട് ചെയ്യും. പിന്നെ ലാസ്റ്റ് മാത്രം ഓൺ ആക്കുള്ളൂ. മിസ് മാത്രം ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് എന്നിട്ട് ചോദിക്കുമെന്ന് അറിയണില്ല. ഓക്കേ, അപ്പോ പറഞ്ഞു വന്നെന്താണ്, കുറച്ച് സമയമേ ഉള്ളൂ സന്തോഷമായിട്ടിരിക്കുക, ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഓ എനിക്ക് വയ്യ, ഇന്നത്തേക്ക് ആയിട്ടുണ്ടോ, ഇനി പോലത്തെ ഇന്നത്തേക്ക് മതി, ഇത്രയും മതി, ധാരാളം. സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ, സന്തോഷമായിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക. മറ്റുള്ളവരെ കൊണ്ട് നമ്മള് എന്താണ്, നമ്മൾ വരുമ്പോ ഒരു ഫുള്ള് ആക്റ്റീവ് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം. മനസ്സിലായോ? അതായത് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കരുത്. You made my day. You all made my day. Okay. അപ്പോ ഇനി എന്തായാലും സംസാരിക്കണം കേട്ടോ. ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം, ഒരു നിർബന്ധവും ഇല്ല. ആദ്യം നമുക്ക് കംഫർട്ടബിൾ ആകാം, അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് സമയമുണ്ട് സംസാരിക്കാൻ. നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് വരട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് ഡിസ്കഷനോ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം. അപ്പൊ നിങ്ങൾ ഇതിനൊരു കംഫർട്ടബിൾ ആകും. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ ഈ പറയുന്ന പോലെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ആ ഒരു തോട്ടേ ഉണ്ടാവില്ല. ഓക്കെ, ചുമ്മാ അവിടുന്ന് സംസാരിക്കാൻ പറ്റും. ഓക്കെ ആണോ? ആദ്യം ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറിയപ്പോഴേ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചത്. ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് കുറെ ഒന്നും മിണ്ടാണ്ടിരുന്ന. അതെ, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത്. ഞാനും അങ്ങനെ ആയിരുന്നു. മിക്ക സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ പോകുമ്പോൾ ഞാൻ ഫുൾ ഇംഗ്ലീഷ് ആയതൊന്നും മിണ്ടാൻ പറ്റില്ല, പേടിച്ചറിയാൻ പോയിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി. ഫുൾ ഇംഗ്ലീഷ് ആകാം, പക്ഷെ സ്റ്റുഡൻസ് എല്ലാവരും കംഫർട്ടബിൾ ആയെങ്കിൽ മാത്രമാണ് അവരെ ഇംഗ്ലീഷ് സംസാരിക്കുക. അവർക്ക് എന്ത് പറയാം എന്നൊരു ഫീല് തോന്നണം, അല്ലെ? അങ്ങനെ ഒരു ഫീല് വന്നാൽ മാത്രമാണ് നമ്മുടെ ഒട്ടത്തെറ്റാണെങ്കിൽ എന്ത് വിളിച്ചു പറയും. അപ്പൊ അത് ഫോളോ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നോ, ഒന്ന് ചില്ലായിട്ടിരിക്കുക, എല്ലാവരും കണക്ട് ചെയ്ത് നമുക്കൊരു ബോണ്ടിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പഠിക്കാം, പയ്യെ നമുക്ക് പഠിക്കാം. ഓ, ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. എന്നോട് ചോദിക്കരുത് കേട്ടോ, അഞ്ചു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ഏതൊക്കെയോ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രൂപ്പ് ഞങ്ങൾ രണ്ടാമത്തെ ഗ്രൂപ്പ് തുടങ്ങിട്ടോ, ഇംഗ്ലീഷിന് വേണ്ടി മാത്രമായിട്ട്. ആണോ? നിങ്ങൾ പഠിക്കുന്നുണ്ട് ഇവിടെ ക്ലാസ്സിൽ രണ്ടെണ്ണം കൊണ്ടുപോല. ഞാൻ പറയാം, ഇംഗ്ലീഷ് ക്ലാസ് വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്തിനാ വരുന്നേ? ഇല്ലില്ല, ഞങ്ങൾക്ക് ഒരു ബാക്ക് സപ്പോർട്ടിന് മിസ് വേണം, എന്നാലല്ലേ ഞങ്ങക്ക് ഫ്രണ്ടിക്ക് കയറാൻ പറ്റുള്ളൂ. അതെ, ബാക്ക് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഗോളിങ്ങളൊന്നും പറയുന്നില്ല, മിണ്ടേയില്ല. അല്ലേ? എല്ലാവരും സപ്പോർട്ട് ആരാ പറയുന്നത്? അല്ലേ കേൾക്കുന്നുണ്ടോ? അല്ല, ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ മിസ്സിനെ? ഒരാള് മാത്രമേ സപ്പോർട്ട് ചെയ്യും. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിസ്സേ, ഞാൻ രമ്യ. ഞാൻ ഇന്ന് മുതലാണ് വന്ന് ക്ലാസ്സിൽ ആക്റ്റീവ് ആകുന്നത് കേട്ടോ. ക്ലാസ് തുടങ്ങി ഒരു 2 ദിവസം ആയപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ലീവിന് വന്നായിരുന്നു. ഇപ്പൊ ഇന്നലെയാണ് തിരിച്ചു പോയത്. എനിക്ക് ഉച്ച സമയത്ത് അപ്പം ക്ലാസ്സിൽ കയറാൻ പറ്റുന്ന ടൈം അല്ലായിരുന്നു. തിരക്കായിരുന്നു. അതെ. അതുകൊണ്ടാണ് ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു ക്ലാസ്സിൽ. ആദ്യത്തെ ഒരു ക്ലാസ്സിലും മറ്റോ ഉള്ളു മിസ്സിനെ കണ്ടിട്ടുള്ളു. ഇനി എല്ലാം ഈ റെക്കോർഡർ ക്ലാസ് എല്ലാം കണ്ടു തുടങ്ങണം ഇനി. കണ്ടു ബോധിച്ചോ? ഇനിയിപ്പോ കേറാലോ അല്ലേ? ഇഷ്ടമായി. ഓക്കെ. കണ്ടാ മതി, ഉണ്ടായാൽ മതി ഞങ്ങോട്. ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞു പോയി, ഇത് മാറ്റി. ബാക്കി ക്ലാസ്സുകളിലൊക്കെ ഇത്ര സ്ട്രെങ്ത് ഉണ്ടാവാറ്? ബാക്കി ക്ലാസ്സിലൊക്കെ സ്ട്രെങ്ത് ഉണ്ടാവാറില്ലേ? ഒരുപാട് ഉണ്ടാവുമല്ലോ. അതല്ല, മിസ്സിന്റെ ബാക്കി ഇംഗ്ലീഷ് ക്ലാസ്സുകളില്. അതില് നിങ്ങളാട്ടോ മുന്നില്. സമ്മതിച്ചു, അതിൽ ഞാൻ സമ്മതിച്ചു. നിങ്ങൾ
ബാക്കി എല്ലാത്തിനും കുറവാണ്. അതിലെങ്കിലും ഞങ്ങള് മുമ്പിലുണ്ടല്ലോ. അതിലെങ്കിലും നിങ്ങൾ മുന്നിലുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. ഓക്കെ, ഇനി നമുക്ക് മറ്റത് 23 വെട്ടിക്കാം. ഓക്കെ, അതും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചു. ഓക്കെ, സോ ടൈം ആയല്ലോ 2:30. പെട്ടെന്ന് സമയം പോയി. ഓക്കെ, ബൈ. ഓക്കെ, Thank you, ma'am. കാണാം. Very much. ഓക്കെ, ബൈ. See you next class. See you next class. Okay.